തുടർന്ന് പിതാവിൻ്റെ മെത്രാഭിഷേക ശുശ്രൂഷകളെക്കുറിച്ച് അന്ന് ഏപ്രിൽ 24 1977 ആയിരുന്നല്ലോ പിതാവിൻ്റെ മെത്രാഭിഷേകം. അതെ അതെ. അന്നത്തെ ആ ദിവസത്തെ വസ്തു പറയാമോ? അന്നിങ്ങനെ ആദ്യം നമ്മുടെ പാടത്ത് ആദ്യം ഇപ്പോഴത്തെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് ഇരിക്കുന്നിടത്ത് നമ്മുടെ സ്കൂളിൻ്റെ വകയായിരുന്നു. വലിയ ഗ്രൗണ്ടുണ്ട്, അവിടെ പരിപാടി നടത്താൻ പ്ലാനിട്ടു. പക്ഷെ അങ്ങോട്ട് പോകാൻ വണ്ടി കയറണമെങ്കിൽ തൊണ്ടേ ഉള്ളൂ, തിരി വീതി ഒരു വഴി തരാൻ പറഞ്ഞു. ആൾ മടി പറഞ്ഞു, തരികയില്ല. അപ്പം പിന്നെ നമ്മുടെ പാടത്ത് ചെയ്തില്ല, പാടത്തൊരു പോലെ വലിയ പന്തലെല്ലാം ഉണ്ടാക്കി. മഴ പെയ്ത പാടത്ത് പന്തൽ താഴെ പോയി. പിന്നെ നമ്മുടെ പറമ്പിൽ തന്നെ പന്തലുണ്ടാക്കി അവിടെ നടത്തി. അത് മാത്രമല്ല ഭയങ്കര മഴയായിരുന്നു അന്ന്. പിതാക്കന്മാരെല്ലാവരും വന്നായിരുന്നു. പക്ഷെ പൊട്ടിയ മഴ, സ്റ്റേജിൽ നനയുമായിരുന്നു, നാട് മുഴുവൻ നനയായിരുന്നു. ഓർഡിനേഷൻ നടത്തി. പാറേക്കാട്ട് പിതാവ് വന്ന് പെട്ടെന്ന് ഒന്നാണ് പള്ളിക്കാപ്പുഴ പിതാവും പിന്നെ നമ്മുടെ പുത്തനാട് പിതാവും കൂടി. കോതമംഗലത്തേക്ക് വരുമ്പോൾ അന്ന് കോതമംഗലം വളരെ വിസ്തൃതമാണ്. ഒത്തിരിയേറെ ബാലാരിഷ്ടതകളും ഒത്തിരിയേറെ വികസന പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിതാവ് എങ്ങനെ നോക്കിക്കാണുകയും ആരംഭിക്കുകയൊക്കെ ചെയ്തത്? അതിനെ എനിക്ക് കോതമംഗലം വലിപ്പത്തെക്കുറിച്ചൊക്കെ അറിയാമായിരുന്നു, പ്രശ്നങ്ങളൊക്കെ അറിയാമായിരുന്നു. പിന്നെ ഞാനിങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് പോയി. കാരണം അന്ന് വഴിയൊക്കെ വളരെ കുറവാണ്. ജീപ്പ് പോകുന്ന സ്ഥലമുണ്ട്, പോകാത്ത സ്ഥലമുണ്ട്. മാങ്കുളത്ത് ആദ്യം ചെല്ലുമ്പോൾ നടന്നു പോകേണ്ട വന്നു. കുരിശുപാറയിൽ നിന്ന് മാങ്കുളം വരെ നടക്കേണ്ടി വന്നു. മാങ്കുളത്ത് നിന്ന് ആനക്കുളം വരെ നടക്കേണ്ടി വന്നു. ഇങ്ങനെ അതൊക്കെ പോയിക്കൊണ്ടിരുന്നത് ആദ്യം അവിടെയൊക്കെ. പിന്നെ ഈ വെൺമണിയിലൊക്കെ അവിടെ വഴിയില്ലായിരുന്നു. പക്ഷേ മറ്റു സ്ഥലങ്ങളിലും അവിടെ വഴിയൊക്കെ ഉണ്ടായിരുന്നു. കഷ്ടിച്ച് ജീപ്പ് പോകുന്ന വഴികളൊക്കെ ഉണ്ടായിരുന്നു. അവിടേക്ക് പോയിക്കൊണ്ടിരുന്നു. പിന്നെ അവിടെ ഡെവലപ്മെൻറ്റ് പറയാനായിട്ട് ഒത്തിരി വികാസമൊന്നും വന്നിട്ടില്ല. പള്ളിക്കൂടങ്ങളായിട്ട് 2 ഉണ്ടായിരുന്നുള്ളൂ. പാറത്തോടും ഉണ്ട്, പുട്ടങ്കാടും ഉണ്ട്. പക്ഷേ പള്ളിക്കൂടമൊന്നുമില്ല. ഇടവകളും അങ്ങനെ പള്ളികളുണ്ട്, പക്ഷേ എല്ലാം പണിത പള്ളികളൊക്കെ വളരെ കുറവായിരുന്നു. കല്ലുകൊണ്ട് പണിത പള്ളികൾ വളരെ കുറവായിരുന്നു. പിന്നെ ഒത്തിരി 100 പള്ളികൾ ഇടവകളുണ്ട്, പക്ഷേ പണിതൊന്നുമില്ലായിരുന്നു. ഇതെല്ലാം പള്ളിക്കൂടങ്ങളൊന്നുമില്ല. പള്ളികളെല്ലാം പണിയേണ്ടി വന്നു, പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കേണ്ടി വന്നു. ആ കാലഘട്ടത്തിലാണ് നമുക്ക് ഒത്തിരിയേറെ സ്കൂളുകൾ അനുവദിച്ച് കിട്ടുന്നത്. അതെ, സ്കൂൾ അനുവദിച്ചു. 1978 24 പള്ളിക്കൂടം അനുവദിച്ചു. അന്ന് പള്ളിക്കൂടം കൊടുക്കുന്ന കാലഘട്ടം 24 കിട്ടി. അപ്പോൾ പള്ളിക്കൂടം ഉണ്ടാക്കാനായിട്ട് സഹായം ചെയ്യണമെന്ന് എല്ലാത്തിനും സഹായം ചെയ്യണത്. പിന്നെ 2 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറച്ച് പള്ളിക്കൂടം കിട്ടി, 10-12 പള്ളിക്കൂടം കിട്ടി. പിന്നെ അവരോട് നിന്നും കിട്ടാണ്ടായി. പിന്നെ ഏതാനും വർഷം കഴിഞ്ഞ് നമ്മുടെ ഇവിടെ നിന്നുള്ള മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി വന്നപ്പം അദ്ദേഹം നമുക്ക് ഇഷ്ടംപോലെ ചോദിച്ചോളാൻ പറഞ്ഞു. ഇങ്ങോട്ട് തന്നെ പറയാതെ എവിടെയൊക്കെ ആവശ്യമെന്ന് പിതാവിനറിയാമല്ലോ എന്ന് പറ, അവിടെ സ്കൂളിൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ലിസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു. 35 പള്ളിക്കൂടങ്ങൾ ലിസ്റ്റ് കൊടുത്തു. എല്ലാം ഒന്നുമല്ല, ഒത്തിരി എണ്ണം അനുവദിച്ച് കിട്ടി. ആവശ്യമുള്ളിടത്തെ കൊടുത്തുള്ളൂ. പള്ളനാട് പള്ളിക്കൂടം ആവശ്യമായിരുന്നു, അവിടെ കൊടുത്തു. അതുപോലെ തന്നെ ഇടുക്കിയിൽ മിക്കവാറും സ്ഥലങ്ങളിൽ സ്കൂളിൻ്റെ രാവിലെ കൊടുത്തു. എവിടെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു അവിടെയെല്ലാം ചോദിച്ചു തന്നു. ആവശ്യമുള്ളിടത്തെ ചോദിച്ചുള്ളൂ. ഇത് പള്ളിക്കൂടം ഉണ്ടാക്കാനായിട്ടല്ല, ആവശ്യമുള്ള ചോദിച്ച പള്ളിക്കൂടം തന്നു. അത് അവിടെയും നാട്ടിൽ നിന്നു പള്ളിക്കൂടം. എവിടെയെങ്കിലും ആവശ്യമുണ്ടായിരുന്നു അവിടെയെല്ലാം പള്ളിക്കൂടങ്ങൾ ഉണ്ടായി. അങ്ങനെ സ്കൂളുകൾ കിട്ടിയതുകൊണ്ട് ഒത്തിരി പള്ളിക്കൂടം കിട്ടി. എല്ലാം പണിതുണ്ടാക്കുക എന്നുള്ള വലിയ കഷ്ടപ്പാടായിരുന്നു. എൻ്റെ വിവരം ഒത്തിരി സഹായം ചെയ്യേണ്ടോ. പിന്നെ അച്ഛന്മാർ ഒത്തിരി കഷ്ടപ്പെട്ടു. ഹൈറേഞ്ചിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഈ വഴികളൊക്കെ ഉണ്ടാക്കിയ അച്ഛന്മാരാണ്, റോഡുണ്ടാക്കിയത്. പള്ളികളുണ്ടാക്കിയ അച്ഛന്മാരാണ്, പള്ളിക്കൂടങ്ങളുണ്ടാക്കിയ അച്ഛന്മാരാണ്, പള്ളിക്കൂടം ഉണ്ടാക്കിയ അച്ഛന്മാരാണ്. ട്രാൻസ്പോർട്ട് വഴി അതിനെ സഹകരിച്ചത്, പോസ്റ്റ് ഓഫീസ്, ടെലിഫോണ്, പിന്നെ അത് എല്ലാം ഉണ്ടാക്കാനുണ്ടായിരുന്നത്. ആദ്യത്തെ ഓർഡിനേഷൻ ഒരു 25 കൊല്ലം ഹൈറേഞ്ചിലോട്ട് അയച്ചുകൊണ്ടിരുന്നു. അവരുടെ ആരോഗ്യമൊക്കെ ക്ഷയിച്ച് സിലോജി കഴിയുമ്പോഴത്തേക്ക് നാട്ടിലോട്ട് വരുന്നത്. അങ്ങനെ അച്ഛന്മാർ ഹൈറേഞ്ചിലെ പരിപാടികളെല്ലാം അച്ഛന്മാരായ എൻ്റെ പിന്നീട്. പിതാവിൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നല്ലോ ഇടുക്കിയിലൊരു കോളേജ് എന്നുള്ളത്. അത് നമ്മുടെ ഭാവനാത്മക കോളേജും സ്ഥാപിക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള ശ്രമങ്ങളും അതുപോലെ അതിനുവേണ്ടി അതിങ്ങനെ, അതായത് അവിടുത്തെ ഇടുക്കിക്കാർ പറഞ്ഞ് ഞങ്ങൾക്കൊരു കോളേജില്ല, മൂവാറ്റുപുഴയും തൊടുപുഴയും കോളേജിൽ ഞങ്ങൾക്കൊരു കോളേജ് കിട്ടിയായിരുന്നു എന്ന് പാസ്റ്റൽ കൗൺസിലിൽ അവർ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അച്ഛന്മാരെല്ലാം പറഞ്ഞ് ഇടുക്കിയിലാണ് ഇങ്ങനെ കോളേജ് എന്ന രീതിയിൽ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു അവരുടെ ഒരു ആഗ്രഹമല്ലേ, നോക്കാം. അങ്ങനെ ആ ഇടയ്ക്ക് കോളേജ് കൊടുക്കുന്നൊരു അവസരം വന്നപ്പോഴത്തേക്കും ഞാൻ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ബേബി ജോണാണ്, RSP, അങ്ങനെ പറഞ്ഞ് ഞാൻ ഒരു കോളേജ് കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്, അദ്ദേഹം അത് നോക്കാം. അദ്ദേഹത്തോട് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനായിട്ട് വരെ എല്ലാ മന്ത്രിമാരൊക്കെ പറഞ്ഞായിരുന്നു.
പിന്നെ അത് ഞങ്ങൾ തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് കാണാനായിട്ട് ഒരു കോളേജ് കൊടുക്കുന്ന അവസരം ചെന്ന് കാണാൻ പോയി. നമ്മുടെ ഇവിടുത്തെ MLA തൊടുപുഴത്തെ MLA വിളിച്ചിട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ അങ്ങേര് പറഞ്ഞു, ഞങ്ങൾ ആ തീരുമാനം എടുക്കുകയായിരുന്നു ഇന്ന് രാവിലെ, നിങ്ങളുടെ കാര്യം ആരും പറഞ്ഞില്ല, പിന്നെ കാണിക്കണേ അത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സങ്കടത്തോടുകൂടി തിരിച്ചു പോന്നു. ഇവിടെ വന്ന് അങ്ങനെ മറ്റേ MLA തൊടുപുഴ അങ്ങനെ വിട്ടുപോയി. പിന്നെ തിരിച്ചു വന്നിട്ട് കുറച്ച് മാസം കഴിയുമ്പോഴത്തേക്ക് ഗതിയാരുടെ ഭാഗ്യത്തിനോ ആ ഗവൺമെൻറ് പോയി. പിന്നെ വന്ന ഗവൺമെൻറ്റിൽ നമ്മുടെ ഇവിടെ നിന്ന് മന്ത്രി ഉണ്ടായിരുന്നു, വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹം മന്ത്രിയായി കഴിഞ്ഞ ഉടനെ മുരിക്കാശ്ശേരിയിൽ കോളേജ് അനുവദിച്ചിരിക്കുന്നത് പ്രഖ്യാപിച്ചു. അങ്ങനെ കോളേജ് കിട്ടി. കോളേജ് പണിയാനായിട്ട് കാശൊന്നുമില്ലായിരുന്നു, സൗകര്യമൊന്നുമില്ലായിരുന്നാലും കോളേജ് കിട്ടിയെന്ന് പറയുമ്പോൾ വിടാൻ പാടില്ലല്ലോ, കോളേജ് പണിത്. മുരിക്കാശ്ശേരി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അത് നേരത്തെ പറഞ്ഞിരുന്നു. അപേക്ഷ കൊടുത്ത് നേരത്തെ മുരിക്കാശ്ശേരി, കാരണം മുരിക്കാശ്ശേരി ഇടുക്കി രൂപതയുടെയാണ് നടുക്കായിട്ട് വരും. കിഴക്കോട്ടും പടിഞ്ഞാറും തെക്കോട്ടും വടക്കോട്ടും എവിടെ പോയാലും മുരിക്കാശ്ശേരി സെൻറ്ററാണ്. അന്നൊരു സൗകര്യമൊന്നുമില്ലാത്ത ഒരു ചെറിയ പള്ളി എന്ന് പറഞ്ഞാൽ ഒരു പള്ളിക്കൂടം പോലെ ചെറിയ പള്ളി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ലായിരുന്നു അവിടെ. ഇത്തിരി സ്ഥലമുണ്ടായിരുന്നു, അതിന് പട്ടയമില്ലായിരുന്നു. അല്ല, സ്ഥലത്തിന് പട്ടയം സംഘടിപ്പിച്ചു. പള്ളിക്കൂടം നല്ല കോളേജ് ടെമ്പററി ആയിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കി. പിന്നെ താമസിയാതെ നല്ല ബിൽഡിംഗ് ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കി ഇടുക്കിയിൽ. അതുപോലെ ആ സമയത്ത് ഹൈറേഞ്ചിൽ ഒത്തിരിയേറെ നാശനഷ്ടങ്ങൾ പ്രത്യേകിച്ച് വർഷകാലത്ത് ഇങ്ങനെ ഉണ്ടാകുമായിരുന്നല്ലോ, എല്ലാ വർഷവും തന്നെ. അതുണ്ടാകുമായിരുന്നു, ശരിയാണ്. അങ്ങനെ ഈ വെള്ളപ്പൊക്കം ഉണ്ടാവും, ചിലപ്പോൾ മണ്ണിടിച്ചിൽ, പ്രകൃതി നാശങ്ങളൊക്കെ ഉണ്ടാവും. ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു മനുഷ്യർക്ക്. ഒരു വർഷം 87 കൊടുങ്കാറ്റിലാണ് കൃഷിയെല്ലാം നശിച്ചു പോയത്. അതിന് മനുഷ്യർക്ക് തന്നെ ആണെങ്കിൽ ജീവിക്കാൻ മാറില്ല. പശുക്കളെ കൊടുത്തു, ഒത്തിരി പശുക്കളെ കൊടുത്തു. 2,000-4,000 പശുക്കളെ സ്പെഷ്യൽ സർവീസിന് കൊടുത്തു. പിന്നെ അവർക്ക് പൈസ തിരിച്ചു തരണമെന്നുള്ള കണ്ടീഷനിലാണ് കൊടുത്തത്. കുറേക്ക് കിട്ടി, കുറേ കൃഷിയില്ല. പിന്നെ ഈ തേയില കൃഷി, കുരുമുളകത്തിൽ പോയി. തേയില കൃഷി നല്ലതാണെന്ന് നമ്മുടെ ഈ കോണിക്കലച്ചനാണ് അതിൻ്റെ തുടങ്ങി വെച്ചത്. അദ്ദേഹം കോട്ടഗിരി പോയി തേയില കൊണ്ടുവന്നു, അവിടെ തോപ്രാംകുടിയിൽ അവിടെ കൊണ്ടു കൊടുത്തു. പിന്നെ നമ്മൾ അതൊരു പ്രോജക്റ്റായിട്ട് എടുത്തിട്ട് ഒത്തിരി തേയില അവൈലബിളാക്കി. കടകളിൽ ഒത്തിരി തേയില കൊടുത്തു. കുടുംബങ്ങൾക്ക് 2,000-4,000 തേയില വെച്ച് കൊടുത്തു, വില കുറച്ച് കൊടുത്തു, വില കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു ഫാക്ടറി തുടങ്ങിയിട്ടില്ല എന്നല്ലാതെ ഈ തേയിലയുടെ കൊളുന്ത് കൊടുത്താൽ വാങ്ങിക്കേണ്ട ആരെങ്കിലും കണ്ണന്തേവൻകാരുടെ വെച്ച് വേറെ എടുക്കുകയില്ല. ഡാറ്റ അവിടെ എടുത്തിട്ടാത് മത്തായി ചേട്ടനുണ്ടായിരുന്നു അവിടെ കണ്ട് കുമിളി ഭാഗത്ത്, കുമിളി അതിനപ്പുറമായിട്ടാണ്. ആ ചേട്ടൻ തോന്നുമ്പോഴെടുക്കും, വേറെ എടുക്കുകയില്ല. ഒരു സ്ഥിരതയില്ലാത്തതുകൊണ്ട് നമ്മളൊരു ഫാക്ടറി തുടങ്ങിക്കൊള്ളാമെന്ന് പ്ലാനിട്ട് മനോസ് ഉണിദാസ് അവരോട് പറഞ്ഞ് ഒരു സഹായത്തോടെ ഫാക്ടറി തുടങ്ങി. സ്ഥലം വാങ്ങിച്ചു, 5-6 ഏക്കർ സ്ഥലം നാലുകാലത്ത് വാങ്ങിച്ചു, ഫാക്ടറി തുടങ്ങി. അവർ തേയില എടുത്തു, തേയില പ്രോസസ് ചെയ്തു. ജീവൻ ട്രീ ഉണ്ട്. അതിന് പശുക്കളെല്ലാം കൊടുത്തോണ്ട് പാലിനെ സഹായിക്കേണ്ട ആളുകൾ. അതിനായിട്ട് അന്നേരം ജീവ മിൽക്ക് കൂടി തുടങ്ങിക്കളയാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് സ്ഥലം അന്വേഷിച്ച് ഒരിടത്തരം നടന്നു. നാഗപ്പുഴയൊക്കെ സ്ഥലം അന്വേഷിച്ചില്ല. പിന്നെ എന്നാൽ നമ്മുടെ സ്ഥലം തന്നെ ഇടുന്ന് വിചാരിച്ചിട്ടുണ്ട്. പെരിക്കണിയിൽ ആമിന എസ്റ്റേറ്റ്, ആ സ്ഥലത്ത് തുടങ്ങാൻ പറഞ്ഞ് അവിടെ തുടങ്ങി. അവിടെ പിന്നെ പഠിക്കാനായിട്ട് അച്ഛനെ കൊടകിലച്ഛനെ വിട്ടിരുന്നു. അങ്ങനെ പോയി അവിടെ പോയി പഠിച്ചു, കാര്യങ്ങളെല്ലാം പഠിച്ചു. ഗുജറാത്തിലും പോയി, അവിടെ പോയി പഠിച്ചിട്ട് ഡൽഹിയിലും പോയി, അങ്ങനെയെല്ലാം വന്ന് പഠിച്ച് ഇങ്ങനെ ഉണ്ടാക്കുന്നത് പഠിച്ച് തുടങ്ങി. ഈ കാലഘട്ടത്തിൽ തന്നെയാണല്ലോ KCBCയുടെ ബൈബിൾ കമ്മീഷൻ ചെയർമാൻ എന്ന നിലയിൽ ബൈബിളിൻ്റെ പ്രവർത്തനങ്ങൾ കമ്മീഷൻ ഞാൻ 1988 തൊട്ട് കമ്മീഷൻ്റെ ചെയർമാൻ 34 കൊല്ലം ചെയർമാനായിരുന്നു. നേരെ ബൈബിളിൻ്റെ ന്യൂ ടെസ്റ്റ്മെൻറ്റ് നേരെ ഇറക്കിയായിരുന്നു. പിന്നെ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് കംപ്ലീറ്റ് ബൈബിള് 82 ആദ്യം ഇറക്കുന്നത്. പിന്നെ അതിനെ ഈ പ്രിൻ്റ് ചെയ്യാനായിട്ട് കാശില്ലാണ്ട് വന്നപ്പോഴത്തെ രൂപതയെന്ന് കുറേ സഹായിച്ചുകൊണ്ടിരുന്നു കടമായിട്ട്. പിന്നെ അത് അതിനകത്തെ പൈസ തികയില്ലാന്നുണ്ടെപ്പോഴത്തേക്കും ബൈബിൾ ഒരു സൊസൈറ്റി തുടങ്ങിയാലോ തീരുമാനിച്ചു. ബൈബിൾ സൊസൈറ്റി തുടങ്ങാൻ പ്ലാനിട്ട് നിയമാവലിയെല്ലാം ആലോചിച്ച് കണ്ടുപിടിച്ച് ക്രോഡീകരിച്ച് ബൈബിൾ ഈ സൊസൈറ്റി ചേർന്നവർക്ക് താഴ്ന്ന വിലയ്ക്ക് കൊടുക്കാമെന്നെല്ലാം പറഞ്ഞ് കുറേ സൊസൈറ്റിയിലേക്ക് ചേർന്നു. ഏതായാലും പ്രിൻ്റ് ചെയ്യാനായിട്ട് പൈസയ്ക്ക് ബുദ്ധിമുട്ടില്ലാണ്ടായി. അതോടുകൂടി തന്നെ ആ ബൈബിള് ഈ ക്വിസ് മത്സരമൊക്കെ ബൈബിൾ ക്വിസ് തുടങ്ങാമെന്ന് പറയാനായിട്ട് തുടങ്ങി. അപ്പോൾ ബൈബിൾ സൊസൈറ്റി തുടങ്ങി, അതിന് നിയമാവലിയൊക്കെ ഉണ്ടായിട്ട് ബൈബിൾ ക്വിസ് തുടങ്ങിയപ്പോൾ കുറേ പേരുണ്ടായിരുന്നുള്ളൂ. ഒരു 5 ലക്ഷം പേര് ക്വിസിൽ പങ്കെടുക്കുന്നുണ്ട്.
നന്ദി.